യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് ഗിരിജ. ഞാൻ അടയ്ക്കാത്തോട് നിന്ന് വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മകൾ അഞ്ജുവിന് വേണ്ടിയാണ്. എൻ്റെ മകൾ കഴിഞ്ഞ വർഷം 25/5/2023 OET എക്സാം എഴുതി അയർലൻഡ് സ്കോർ പാസ്സാവുകയും ചെയ്തു. പിന്നീടുള്ള പേപ്പർ വർക്കിനും മറ്റു കാര്യങ്ങൾക്കും വളരെയധികം തടസ്സം നേരിടുകയും അതേ തുടർന്ന് ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം തടസ്സങ്ങളെല്ലാം നീങ്ങുകയും മെയ് 8 പോകുവാൻ സാധിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ചെന്നിട്ടുള്ള ആദ്യത്തെ എക്സാം എഴുതുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വളരെ വിഷമത്തോടുകൂടെ വന്ന് അച്ഛനെ കാണുകയും അവിടെ 2 പ്രാവശ്യം എക്സാം എഴുതാൻ മാത്രമേ പറ്റുകയുള്ളൂ, അത് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരുമെന്നും അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും നിരന്തരം എല്ലാ ധ്യാനങ്ങൾക്കും പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ജൂൺ 8-ന് 8/6/2024 നടന്ന 2ാമത്തെ എക്സാമിൽ എൻ്റെ മകൾ പാസ്സാകുകയും ചെയ്തു. ഞങ്ങൾക്ക് ഇത്ര വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിദേശത്ത് ചെന്നിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാവാൻ കർത്താവ് കൃപ കൊടുത്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജിഷ രമേശൻ. മട്ടണിയിൽ നിന്നും വരുന്നു. എനിക്ക് 2 വർഷമായിട്ട് 2 കാലിൻ്റെയും ഉപ്പുകുറ്റിയിൽ അസ്ഥി വളർന്ന് കാല് നിലത്തുകുത്താൻ പറ്റാത്ത വേദനയായിരുന്നു. AKG ആസ്പത്രിയിൽ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും വേദനയുടെ ഗുളിക തരികയും ചെയ്തു. ഗുളിക കഴിച്ചിട്ടും വേദന കുറയാതെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. ജൂൺ 4-ാം തീയതി ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് അച്ഛൻ്റെ കയ്യിൽ ശക്തിയായി ഊതുവാൻ പറഞ്ഞു. അതിനുശേഷം എന്നോട് പറഞ്ഞു, കാലിലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ മുഴ പോയി എന്ന്. എനിക്ക് രോഗസൗഖ്യം തന്ന് എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. മരുന്നോ ലേപനൌഷധമോ അല്ല, അങ്ങയുടെ ദിവ്യവചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. ഉപ്പൂറ്റിയിൽ വളർന്നിരുന്ന ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന ആ അസ്ഥി കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. സഹോദരിയുടെ പേര് സിസ്റ്റർ സോഫിയ അലക്സ്. ടാൻസാനിയയിലാണ് സേവനം ചെയ്യുന്നത്. 1.5 മാസം മുമ്പ് ടാൻസാനിയയിൽ വെച്ച് സോഫി വാഹനത്തിൽ കയറിയപ്പോൾ അവളുടെ വലതുകരം ഡോറിൻ്റെ ഇടയിൽപ്പെടുകയും പുറത്തിരുന്ന ഒരാൾ ഡോർ വലിച്ചടയ്ക്കുകയും ചെയ്തു. ഡോറിൻ്റെ ഇടയിൽപ്പെട്ട് ഒരു വിരൽ പകുതി അറ്റുപോയി. ഹോസ്പിറ്റലിൽ പോയി ആ വിരൽ മുറിച്ചു മാറ്റി സ്റ്റിച്ചിട്ടു. എന്നാൽ വിരൽ കൂടുതലായി നീര് കയറുകയും പഴുക്കുകയും ചെയ്തു. വീണ്ടും ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു നോക്കിയപ്പോൾ ആ വിരലിൻ്റെ എല്ല് നടുവേ പൊട്ടിയിട്ടുണ്ട് എന്ന് കണ്ടു. പഴുപ്പ് എല്ലിന് പിടിച്ചിരുന്നു. വീണ്ടും കുറച്ചുകൂടെ വിരൽ മുറിച്ച് കളഞ്ഞു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല, ശരിയായിക്കൊള്ളുമെന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്ന് കൊടുത്തു വിട്ടു. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും വിരലിൻ്റെ പ്രയാസം കൂടി വന്നു. വേദനയും നീരും കൂടി വന്നു. കൈ അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഒരുപാട് ഭാരം കയ്യിൽ വെച്ച് കെട്ടിയതുപോലെ മരവിച്ചുള്ള അവസ്ഥ. 3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവ് സോഫിയുടെ സഹോദരൻ വൈകുന്നേരം ആവില പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ സോഫിയെ വീഡിയോ കോൾ വിളിക്കുകയും സോഫിക്ക് ആവിലായിലെ എല്ലാ തിരുസ്വരൂപങ്ങളും വീഡിയോയിലൂടെ കാണണമെന്നും പറയുകയും ചെയ്തു. എല്ലാം കാണിച്ചു കൊടുത്തു. അവൾ മഠത്തിലെ മുറിയിലിരുന്നു കൊണ്ട് എല്ലാ തിരുസ്വരൂപങ്ങൾ കാണുകയും ബന്ധിതനായ ഈശോയുടെ രൂപം കണ്ടപ്പോൾ കൈ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. വൈകുന്നേരം 7 മണിയായപ്പോൾ അവളുടെ മുറിവേറ്റ വിരലിലെ മുറിച്ച ഭാഗത്തുണ്ടായിരുന്ന കറുത്ത ഇരുണ്ട് രക്തം കട്ട പിടിച്ച് പൊറ്റനായിരുന്ന ആ അവസ്ഥ തനിയെ യാതൊരു വേദനയോ പ്രയാസമോ കൂടാതെ ഇളകിപ്പോയി. വിരൽ ഉണങ്ങിയതുപോലെ വൃത്തിയായി. ഭയങ്കരമായി കെട്ടിനിന്ന നീര് നല്ലതുപോലെ കുറഞ്ഞു. വേദനയും കുറഞ്ഞു. വിരലുകൾ മടക്കാനും നിവർത്താനും സാധിച്ചു. ഇപ്പോൾ വേദനയില്ല, ചെറിയൊരു നീര് മാത്രമേയുള്ളൂ. ഇത്രയും വലിയ അത്ഭുതം സംഭവിച്ച എൻ്റെ കരങ്ങൾ സൗഖ്യമാക്കിയ
ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മാധ്യസ്ഥം വഹിച്ച വിശുദ്ധ അമ്മ ത്രേസ്യായിക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകതയുള്ള ഒരു സാക്ഷ്യമാണ്. അതായത് ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ ഇരുന്നു കൊണ്ട് സിസ്റ്റർ വീഡിയോ കോൾ ചെയ്ത് ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം കണ്ട് പ്രാർത്ഥിച്ചു. ഒത്തിരി നാളുകൾ ഓപ്പറേഷൻ ചെയ്തു, വിരൽ മുറിച്ചു മാറ്റി, ചികിത്സകൾ ഒത്തിരി ചെയ്തിട്ടും സുഖപ്പെടാതിരുന്ന കൈ കർത്താവ് തൻ്റെ സ്നേഹമയച്ച്, തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമയച്ച്, നമുക്കറിയാം ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ആ സ്നേഹത്തിൻ്റെ അടയാളമയച്ച് ആഫ്രിക്കയിലുള്ള ടാൻസാനിയയിലുള്ള സിസ്റ്ററിനെ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് റാണി, നടുവിൽ നിന്നും വരുന്നു. ഇതിനു മുമ്പ് ഞാൻ സാക്ഷ്യം എഴുതിയിട്ടുണ്ട്. വീട് സ്ഥലവും ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നിരുന്നു. അന്ന് എൻ്റെ കസിൻ ബ്രദർ ആവിലായിലെ കാര്യം എന്നോട് പറയുകയും ഞാനിവിടെ വന്ന് ധ്യാനം കൂടുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. വാടക വീട്ടിലായിരുന്നു ഞാൻ. ഒരു ചെറിയ വീടെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി ചെറിയൊരു വീട് എനിക്ക് ലഭിച്ചു. എൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ ഒരു മാർഗവുമില്ലാതിരുന്ന എനിക്ക് മക്കളെ പഠിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് അവർക്ക് നല്ല ജോലിയും കിട്ടി. ഞാൻ അച്ഛനെ കാണാൻ വരുമ്പോഴെല്ലാം നല്ലൊരു വീട് വേണമെന്നുള്ള ആഗ്രഹം അച്ഛനോട് പറയുമായിരുന്നു. അപ്പോഴെല്ലാം അച്ഛൻ പറയുമായിരുന്നു എല്ലാം ശരിയാവുമെന്ന്. ഇപ്പോൾ എനിക്കൊരു നല്ല വീടും തന്ന് എൻ്റെ മക്കൾക്ക് ജോലിയും തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. വിളിക്കാം, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആദ്ര. ഞാൻ കേളകത്തു നിന്ന് വരുന്നു. ഞാൻ OET എക്സാം എഴുതിയത് 2023 ഒക്ടോബർ 28-നാണ്. റാപ്സനച്ചൻ തന്ന ഡേറ്റിലാണ് ഞാൻ OET എക്സാം എഴുതിയത്. ഇതിനു മുമ്പ് പലതവണ എക്സാം എഴുതിയെങ്കിലും റീഡിംഗ് മൊഡ്യൂളിന് പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അച്ഛൻ തന്ന ഡേറ്റിൽ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് OET നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. പിന്നീട് ഒരുപാട് നാൾ UK-യിൽ ഇൻ്റർവ്യൂവിന് കാത്തിരുന്നെങ്കിലും UK-യിലെ ഇമിഗ്രേഷൻ ഇഷ്യൂ കാരണം ഒരു ഇൻ്റർവ്യൂ പോലും വന്നിരുന്നില്ല. ദുബായിലെ ജോലി റിസൈൻ ചെയ്ത് ഈ ഏപ്രിൽ മാസത്തിലാണ് ഞാൻ നാട്ടിലെത്തിയത്. അതിനുശേഷം മാവില പള്ളിയിൽ വരാനിരുന്നെങ്കിലും പല കാരണങ്ങളാൽ സാധിച്ചില്ല. അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വരാനും പ്രാർത്ഥനകളിലും ആരാധനയിലും പങ്കെടുക്കാനും കഴിഞ്ഞു. പിന്നീട് വീട്ടിലെത്തി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയും ജൂൺ 8-ന് എറണാകുളത്തെത്തി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചു. ഈ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് കുട്ടപ്പൻ. ഞാൻ എറണാകുളം ജില്ലയിലെ രാമമംഗലം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 2023 ഓഗസ്റ്റ് മാസം ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ഒരു ഹാർട്ട് പേഷ്യൻ്റായ ഞാൻ ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം മുഖം ഒരു വശത്തേക്ക് വലിച്ചു കോച്ചുന്ന ഒരസുഖമുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുവരെ ആ രോഗമുണ്ടായിട്ടില്ല. എൻ്റെ രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന. ഇരിട്ടി ഇടവകാംഗമാണ്. എൻ്റെ മകൻ റോണിന് ജർമ്മനിയിൽ ഒരു നല്ല ജോലി ലഭിക്കുന്നതിനായി ഇവിടെ വ്യാഴാഴ്ചകളിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഫലമായി എൻ്റെ മകന് ഒരു നല്ല ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ മകനൊരു ജോലി നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് പ്രിൻസി. ഞാൻ നുച്ചിയാട് നിന്നും വരുന്നു. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം വ്യാഴാഴ്ചയാണ് ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വരുന്നത്. എൻ്റെ കുഞ്ഞ് വയറ്റിൽ കിടന്ന സമയത്ത് കുഞ്ഞിന് ഹാർട്ടിൽ ബ്ലഡ് സ്പോട്ട് കണ്ടിരുന്നു. ഇന്ന് മോൾക്ക് 4 വയസ്സായി. ബ്ലഡ് സ്പോട്ട് കണ്ട 6-ാം മാസം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്നും സ്കാൻ ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യം പറയാനാകുമെന്നും ഡോക്ടർ പറഞ്ഞു. അന്ന് തന്നെ ഞാൻ 3 വ്യാഴാഴ്ച ആവിലായിൽ വരാമെന്നും സാക്ഷ്യം എഴുതാമെന്നും നേർച്ച നേർന്നിരുന്നു. ഉദ്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യായോടും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം എഴുതിക്കൊള്ളാമെന്നും നേർന്നു. കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ സുഖപ്രസവം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ നേർച്ച നിറവേറ്റാനായി ഈ പുണ്യഭൂമിയിൽ വരുന്ന സമയത്ത് സാമ്പത്തികമായും ഒരു ജോലിയില്ലാതെയും ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. 2 വ്യാഴാഴ്ച പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞായറാഴ്ച അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം 3-ാമത്തെ വ്യാഴാഴ്ച ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകുകയും ഒരു നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. എന്നെ ഇത്രയേറെ സഹായിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉദരത്തിലുള്ള കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു, അതുപോലെ നല്ല ജോലി ലഭിച്ചു. ഉറക്കെ വിളിക്കാം, ഈശോയെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബൈജു. ഞാൻ ചുങ്കക്കുന്നിടവകയിൽ നിന്നും വരുന്നു. 1 വർഷത്തോളമായി എൻ്റെ 2 കാലിൻ്റെ മുട്ടുകൾക്കും വേദനയായിരുന്നു. കാല് മടക്കുവാനോ മുട്ടുകുത്തുവാനോ സാധിച്ചിരുന്നില്ല. എൻ്റെ കാൽമുട്ടുകളുടെ വേദന മാറുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. വേദന മാറ്റിത്തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് പറയാം, ഈശോയേ. എൻ്റെ പേര് മിനി. ഞാൻ പുളിങ്ങോം ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ മകൾ അമിഷയ്ക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകളുടെ കല്യാണാലോചന തുടങ്ങിയിട്ട് നടക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. ഞാൻ ആവില പള്ളിയിൽ വന്ന റാപ്സനച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. ഒരു ദിവസം 33 പ്രാവശ്യം അത് ചെല്ലാനും പറഞ്ഞു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷയിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിലെ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അത്. 33 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. ഞാനും എൻ്റെ ചേട്ടനും കൂടി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം എന്നും ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എൻ്റെ മകൾക്ക് നല്ലൊരു മകനെ ഭർത്താവായി നൽകി ഈശോ അനുഗ്രഹിച്ചു. അവളുടെ കല്യാണം ഭംഗിയായി നടത്തി. ഈ പുണ്യഭൂമിയിൽ കാലെടുത്തു വെച്ചതിന് ശേഷം എൻ്റെ കുടുംബത്തിലേക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ദൈവം നൽകിയത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. കരമുയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം, ഈശോയേ. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രാർത്ഥനയാണിത്. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ 33 പ്രാവശ്യം ചൊല്ലുന്നവർ ഒന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്, അനേകായിരം മക്കളുണ്ട്. ഈ പ്രാർത്ഥന ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഇന്ന് ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാളിൽ ചെന്ന് സൗജന്യമായി ആ പ്രാർത്ഥനാ കാർഡ് കളക്ട് ചെയ്യാവുന്നതും എല്ലാ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ 33 പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലി 101 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ദിവസത്തിൻ്റെ മറ്റ് സമയങ്ങളിലും സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ, വൈകിട്ട് വിളക്ക് വെക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലി യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അവർക്ക് വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് ഏലിയാമ്മ ജോർജ്. ഞാൻ ചെമ്പേരിയിൽ നിന്നും വരുന്നു.
എൻ്റെ ഇടത്തെ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് വന്നു. ഞാൻ ആസ്പത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ആ തടിപ്പ് ഓപ്പറേഷൻ ചെയ്യുകയും ആ തടിപ്പ് ക്യാൻസറിൻ്റെ ആരംഭമാണെന്നും പറഞ്ഞു. പിന്നീട് ചെക്കപ്പ് ചെയ്യാൻ ചെന്നപ്പോൾ വീണ്ടും ഒരു തടിപ്പ് കൂടി കാണുന്നുണ്ടെന്ന് സംശയം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് റാപ്സനച്ഛനെ കണ്ട് കാര്യം പറയുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടെന്ന് വിചാരിക്കാതെ ഈശോയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുകയും 11 ആഴ്ച ഇവിടെ വന്ന ആരാധനയിൽ പങ്കെടുക്കുകയും നേർച്ച ഭക്ഷണം കഴിച്ചു പോയിക്കൊള്ളുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. അത് കഴിഞ്ഞ് 2 തവണ ചെക്കപ്പ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന്. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും പരിശുദ്ധ അമ്മ ത്രേസ്യായിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും കോടാനുകോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ബ്രസ്റ്റിലുള്ള തടിപ്പ് കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്തുറക്കെ വിളിക്കാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷിജിൻ ജോൺ. ഞാൻ കുടക് ഗോണിക്കുപ്പ ഇടവകയിൽ നിന്നും വരുന്നു. സെപ്റ്റംബർ 8, 2020 കൊറോണ പിടിച്ച് ലെഗ്സിനെ ബാധിക്കുകയും തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിൽ ബ്ലഡ് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ നോക്കുമ്പോൾ ബ്ലഡ് കൗണ്ട് കൂടുതലായി. കൗണ്ട് താഴുന്നത് വരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ഡോക്ടർ പറയുകയും ഒരു സുഹൃത്ത് വഴി അച്ഛൻ്റെ നമ്പർ കിട്ടുകയും അച്ഛന് വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്ന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാനും എൻ്റെ കുടുംബവും പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുകയും അടുത്ത ദിവസം തന്നെ ട്രീറ്റ്മെൻറ്റിനുള്ള ബ്ലഡ് കൗണ്ട് കുറഞ്ഞു വരികയും ട്രീറ്റ്മെൻറ്റ് തുടരുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അച്ഛനെ കാണുകയും ഈശോയുടെ ജീവൻ എന്നിൽ നിറയുന്നു എന്ന പ്രാർത്ഥനയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുവാനും പ്രയർ ഫോർ സിക്ക് യൂട്യൂബ് വഴി കാണുവാനും നിർദ്ദേശിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് രോഗസൗഖ്യം കിട്ടി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ശ്വാസകോശത്തിൽ കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് ആയിരുന്ന സമയത്താണ് ആ മകന് ബ്ലഡ് ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിച്ചത്. അതിൻ്റെ ആ അളവ് തന്നെ ഒത്തിരിയേറെ വളരെ ഹൈ ആയിരുന്നത് കൊണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് പോലും നടത്താൻ പറ്റാത്ത വിധത്തിലായിരുന്നു. അങ്ങനെയാണ് അവർ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അമ്മ ത്രേസ്യയുടെയും കർമ്മലനാഥയുടെയും മധ്യസ്ഥതയിൽ ബന്ധിതനായ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകളിൽ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. കൗണ്ടൊക്കെ നോർമലായി ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വരികയും ചൊവ്വാഴ്ച ഇവിടെ വരികയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു. കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. അവർക്ക് വിളിക്കാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബെന്നി അറയ്ക്കൽ. ഞാൻ കുടക് ഗോണിക്കുപ്പ ഇടവകയിൽ നിന്നും വരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് ആവിലായിലെ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരു വീടും കുറച്ച് സ്ഥലവും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ ഈ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും 3 മാസങ്ങൾക്ക് ശേഷം വീടും സ്ഥലവും എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷിനി. ഞാൻ ചമതച്ചാൽ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ 2ാമത്തെ മകൻ മാൾട്ടയ്ക്ക് പോയി 1 വർഷമായിട്ടും അവൻ അവിടെ ഒരു ജോലി കിട്ടിയിരുന്നില്ല. അവൻ്റെ ചിലവിനുള്ള പൈസ ഇവിടുന്ന് ഞങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇവിടെ ആവിലായിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 4 മാസം മുമ്പ് അവൻ അവിടെ നിന്ന് പോളണ്ടിന് പോയി. ഇപ്പോൾ അവന് അവിടെ സ്ഥിരമായി ഒരു ജോലി ലഭിച്ചു. 2ാമതായി എൻ്റെ മകൾ സൗദിക്ക് പോകുവാനുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 1 വർഷമായിട്ടും പോകാൻ പറ്റിയില്ല. ഓരോരോ തടസ്സങ്ങളായിരുന്നു. ഇവിടെ വന്ന് ആവില അമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും അതിൻ്റെ പ്രോസസ്സിങ് പെട്ടെന്ന് തന്നെ നടക്കുകയും
ഈ വരുന്ന ജൂൺ 20 അവൾ സൗദിക്ക് പോകുകയും ചെയ്തു. കൂടാതെ എൻ്റെ കുടുംബത്തിന് നൽകിയ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാബ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ഒക്ടോബർ 14 ഉരുൾ നേർച്ചയുടെ പ്രത്യേകമായിട്ടുള്ള 3 നിയോഗങ്ങൾ: 1 ജോലി തടസ്സം മാറുക, 2 വിവാഹം നടക്കുക, 3 സന്താന സൗഭാഗ്യം ലഭിക്കുക. ഈ 3 പ്രത്യേക നിയോഗങ്ങളാണ്. നിങ്ങൾക്ക് ഈ പൊതു നിയോഗങ്ങളോട് ചേർത്ത് മറ്റ് നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ഈ വർഷത്തെ ഒക്ടോബർ 14 അമ്മ ത്രേസ്യയുടെ തിരുനാളിന് മുമ്പുള്ള ദിവസത്തെ ഉരുൾ നേർച്ചയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോഴേ നേർന്ന് പ്രാർത്ഥിക്കാവുന്ന. അവർക്ക് വിളിക്കാം: ഈശോയേ. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിസി. ഞാൻ കണിച്ചാർ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ രോഗസൗഖ്യത്തിനായിട്ടാണ്. അവൾക്ക് പ്രഷർ, ഷുഗർ എന്നിവ കൂടി തലയിൽ ബ്ലോക്കായി കുറേ നാൾ ആസ്പത്രിയിലായിരുന്നു. ഞാൻ ഇവിടെ വന്ന അമ്മയോടും ഈശോയോടും അവൾക്ക് രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് പൂർണ്ണ രോഗസൗഖ്യം കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1 കോടി നന്ദി പറയുന്നു. സ്നേഹമുള്ള അച്ഛ, നന്ദി പറയുവാനാണ് ഞാനിതെഴുതുന്നത്. എൻ്റെ പേര് മോളി, സ്ഥലം കോട്ടയം. എൻ്റെ മകൻ്റെ ജോലി ഫ്രാൻസിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. ആവിലായിലെ അമ്മയുടെയും പരിശുദ്ധ അമ്മയുടെയും ബന്ധിതനായ ഈശോയുടെയും അച്ഛൻ്റെ പ്രാർത്ഥനയുടെയും ഫലമായി ഈശോ മറ്റൊരു ജോലി നൽകി എൻ്റെ മകനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1 കോടി നന്ദി പറയുന്നു. ഞാൻ ത്രേസ്യാമ്മ, എടൂരാണ് താമസം. എൻ്റെ മോൻ കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ഒരുപാട് ചികിത്സ ചെയ്തു. ഫലമില്ലാതെ വന്നപ്പോൾ ഡോക്ടർ അവന് IVF ചെയ്യാൻ പറഞ്ഞു. അതോടുകൂടി ചികിത്സ നിർത്തിവെച്ചു. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു 43 വ്യാഴാഴ്ച വന്ന് പ്രാർത്ഥിക്കാൻ. അതിനുള്ള സാഹചര്യം അവനില്ലായിരുന്നു. കാരണം ജോലിക്ക് പോകേണ്ടിയിരുന്നു. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി രാത്രി 11 മണിക്കാണ് അവൻ വീട്ടിൽ വന്നിരുന്നത്. 43-ാമത്തെ ദിവസം തന്നെ അവൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. മകൾക്ക് വീട് വാങ്ങാനും അച്ഛനെ വിളിച്ച് സഹായം ചോദിച്ചിരുന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. IVF ചെയ്യണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ച കുടുംബത്തിന് കർത്താവ് നോർമലായി തന്നെ കുഞ്ഞിനെ നൽകിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം: ഈശോയേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ടെവിൻ, ഇരിട്ടിയിൽ നിന്നും വരുന്നു. ഞാൻ ആസ്ട്രേലിയയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു. എൻ്റെ കൂടെ അപ്ലൈ ചെയ്തവരുടെ എല്ലാം വിസ റിജക്റ്റ് ചെയ്തു. ഇവിടെ അച്ഛനെയും വന്ന് കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 10ാമത്തെ വ്യാഴാഴ്ച ആരാധന കഴിഞ്ഞപ്പോൾ വിസ കിട്ടിയെന്നുള്ള മെയിൽ വന്നു. എനിക്ക് വിസ നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായിക്കും കർമ്മല മാതാവിനും യോസേപ്പ് പിതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഓസ്ട്രേലിയയിലേക്ക് വിസ ലഭിച്ചതിനെ ഓർത്തുറക്കെ വിളിക്കാം: ഈശോയേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പുഷ്പ, സ്ഥലം ചെടിക്കുളം. എൻ്റെ മകൾക്ക് 3 വർഷത്തോളം വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ വന്നപ്പോഴാണ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട റാബ്സനച്ചനെ കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചത്. അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം 21 വ്യാഴാഴ്ചകളിൽ ഇവിടെ വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും 21 ആഴ്ചകൾ പൂർത്തിയായപ്പോഴേക്കും എൻ്റെ മകൾക്ക് യോജിച്ച ഒരു വരനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഞങ്ങളോട് ഇത്രയധികം കരുണ കാണിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായിക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റെന്നി, സ്ഥലം പുലുകുരുമ്പ.
ഞാനും എൻ്റെ വൈഫ് ജിഷയും ലാസ്റ്റ് ഇയർ ജൂൺ 19 ആവിലായിൽ വന്നിരുന്നു. എന്നിരുന്നാൽ ലാസ്റ്റ് ഇയർ ജൂൺ 19 മാര്യേജ്. കുട്ടികൾ ഉണ്ടാകാനും റിലേഷൻഷിപ്പിനും ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്ന് റാപ്സൺ അച്ഛനെ കണ്ടതിന് ശേഷം ഞങ്ങളുടെ പ്രോബ്ലം എല്ലാം മാറി. ലാസ്റ്റ് മന്ത് മെയ് 14 എനിക്ക് ഒരു മോനുമുണ്ടായി. സുഖപ്രസവമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. സന്താന സൗഭാഗ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് ആൻ്റണി, സ്ഥലം കിളിയന്തറ. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എനിക്ക് കാൽമുട്ടിൽ 1 വർഷത്തോളമായി ഉണ്ടായിരുന്ന വേദനയും നീരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട റാപ്സൺ അച്ഛൻ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മാറിക്കിട്ടി. എൻ്റെ മുട്ടുവേദന സുഖപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൺ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. ദൈവനാമ മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് റോസമ്മ. എടൂർ ഇടവകയിൽ താമസിക്കുന്നു. ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. 2 വിശുദ്ധ കുർബാനയ്ക്കുള്ള പൈസയും കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യാതൊരു തടസ്സവും കൂടാതെ ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കുകയും വീട് പണിയുകയും കയറി താമസിക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹം തന്ന ബന്ധിനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലാലി, ആനപ്പള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ കുഞ്ഞമ്മയുടെ മാല കാണാതെ പോയി വിഷമാവസ്ഥയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എന്നോട് പറഞ്ഞു എൻ്റെ മാല പോയി എന്നും എന്നോട് നേർച്ച നേരാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞമ്മയുടെ മാല ലഭിച്ചാൽ ബന്ധിതനായ ഈശോയുടെ അടുത്ത് വന്ന് സാക്ഷ്യം എഴുതിയിട്ടോളാമെന്നും നേർച്ച നേർന്നു. 20 മിനിറ്റിന് ശേഷം അടുത്തുള്ള ഓട്ടോക്കാരൻ അവിടെ വരികയും അയാൾക്ക് മാല കിട്ടിയെന്ന് പറയുകയും മാല എടുത്ത് കുഞ്ഞമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കാൻ കർത്താവിടെ വരുത്തുന്നതിനെ ഓർത്ത് വിളിക്കാം. ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അന്ന, സ്ഥലം എടൂർ. എൻ്റെ മകൾക്ക് ഒരു അപൂർവ രോഗം വന്നതിൻ്റെ ഫലമായി ശരീരം മുഴുവൻ ഒരു ഇരുണ്ട പാടുകൾ ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് പൂർണ്ണമായി മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ശരീരത്തിലുണ്ടായിരുന്ന കറുത്ത കലകൾ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് അൽഫോൻസ, സ്ഥലം കീഴ്പള്ളി. എൻ്റെ മകൻ ഗബ്രിയേലിന് പെട്ടെന്ന് പനി വരികയുണ്ടായി. മരുന്ന് കൊടുക്കുമ്പോൾ പനി കുറയും, വീണ്ടും അടുത്ത ഡോസ് മരുന്നിൻ്റെ സമയമാകുമ്പോഴേക്കും പനിക്കും. 2 ദിവസം ഇങ്ങനെ പോയി. 3-ാം ദിവസം രാത്രി 2 മണിക്ക് ഭയങ്കര പനിയായപ്പോൾ ഞാൻ പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തു. കൂടാതെ ബന്ധിതനായ ഈശോയോട് പനി കുറഞ്ഞാൽ ഞാൻ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർച്ച നേർന്നു. അതിനുശേഷം പിന്നീട് അവന് പനിയേ ഉണ്ടായിട്ടില്ല. അവൻ്റെ പനി കുറച്ചു തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിസി, വീട് എടൂർ. എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അതികഠിനമായ ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടായിരുന്നു. അത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ മാത്രം കുറഞ്ഞു നിൽക്കും. മരുന്ന് നിർത്തിയാൽ പഴയതുപോലെ തന്നെയായിരുന്നു. ഞാൻ സുഖമായാൽ സാക്ഷ്യം എഴുതിയിടാമെന്നും നേർന്നുകൊണ്ട് ബന്ധിതനായ ഈശോയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ബന്ധിതനായ ഈശോയുടെയും കർമ്മല മാതാവിൻ്റെയും അമ്മ ത്രേസ്യായുടെയും അനുഗ്രഹത്താൽ എനിക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു. എൻ്റെ പേര് നീതു, ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ചേച്ചിയുടെ പ്രസവ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചിയുടെ പ്രസവ സമയത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി സുഖപ്രസവം നടക്കുകയും ചെയ്തു. ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ മറിയത്തോടും കർമ്മല മാതാവിനോടും 1000 നന്ദി പറയുന്നു.
കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് സേവ്യർ ഡിക്രൂസ്. ഞാൻ തലശ്ശേരി ഹോളി റോസറി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ആഗസ്റ്റ് മാസം അച്ഛനെ കാണാൻ വന്നിരുന്നു. എൻ്റെ 2 കാലിനും വെരിക്കോസിൻ്റെ അസുഖമുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന്. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സുഖപ്പെടുമെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 2022 2 കാലിലും ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ കാല് പൂർണ്ണമായും സൗഖ്യമായി. എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാൻഡി ജോഷി. എൻ്റെ ഇടവക ചാണകക്കുണ്ട് കരുണാപുരം. എൻ്റെ മകൻ ആഞ്ചലോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ മകൻ്റെ കഴുത്തിൻ്റെ ഇടതുവശത്ത് ചെറിയ ഒരു തടിപ്പുണ്ടായിരുന്നു. 3 വർഷമായി ഡോക്ടർമാരെ കാണിച്ചു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എൻ്റെ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി ഇവിടെ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. 17-ാം തീയതി കുടുംബസമേതം ഞങ്ങൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യായോടും കർമ്മല മാതാവിനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ആ തടിപ്പ് പൂർണ്ണമായും മാറിക്കിട്ടി. അച്ഛൻ്റെ കരസ്പർശനത്താലാണ് ആ തടിപ്പ് മാറിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. 3 വർഷത്തോളമായി കഴുത്തിൻ്റെ ഒരു വശത്തുണ്ടായിരുന്ന തടിപ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അന്ന് തന്നെ കർത്താവ് എടുത്തു മാറ്റി. ചെറിയ കൊച്ചാണ്, 5 വയസ്സോളം പ്രായമുള്ള കുഞ്ഞാണ്. നമുക്ക് കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്തുറക്കെ വിളിക്കാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേരി അന്ന. എൻ്റെ സ്ഥലം തലശ്ശേരി. എൻ്റെ മകൻ്റെ പേര് ചാൾസ്. അവന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവൻ 5 വർഷമായി ടീച്ചറായി ജോലി ചെയ്തു വരുന്നു. ഇതുവരെയും അവന് ശമ്പളം ലഭിച്ചിരുന്നില്ല. അംഗീകാരമില്ലാത്ത പോസ്റ്റ് ആയതിനാലാണ് അത് പാസ്സാകാത്തത്. ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് ഏപ്രിൽ മാസം ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥനാ സഹായം യാചിച്ചു, സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. ഈ ജൂൺ 3-ാം തീയതി അവന് പുതിയൊരു പോസ്റ്റ് കിട്ടുകയും പുതിയ സ്കൂളിൽ ജോലി കിട്ടിയതിന് ശേഷം അവന് സാലറി ലഭിക്കുകയും ചെയ്തു. അവനെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോണി. സ്ഥലം വട്ടിയാന്തോട്. എൻ്റെ മകൾക്ക് 9 വർഷമായി മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന അവസ്ഥയായിരുന്നു. പല ഡോക്ടർമാരെ കാണിക്കുകയും ടെസ്റ്റ് നടത്തുകയും ചെയ്തു, എങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെയിരിക്കെ ഞാൻ കുഞ്ഞിനെയും കൂട്ടി ആവിലായിൽ വരികയും മുട്ടിൽ വലിയുകയും സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നു പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് പരിപൂർണ സൗഖ്യം കിട്ടി. സൗഖ്യം നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 9 വർഷമായി മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ആ രോഗപീഠ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് അവിടെ നിയോഗമെഴുതി കെട്ടിയിട്ട് അതുപോലെ മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ സുഖപ്പെടുത്തി. ഉറക്കെ വിളിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പീറ്റർ. ഞാൻ പെരുമ്പുന്ന ഇടവകയിൽ നിന്നും വരുന്നു. 2024 ഏപ്രിൽ മാസം 3-ാം തീയതി ബുധനാഴ്ച ഞാൻ കൃഷി ആവശ്യത്തിനായി ഒരു ലോണിന് അപേക്ഷ കൊടുത്തു. ഈ വർഷം കൊടുക്കുന്നത് 300 പേർക്കാണ്. അത് കൊടുത്തു കഴിഞ്ഞെന്നാണ് മാനേജറുടെ മറുപടി. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. മാതാവ് എന്നോട് പിന്നോട്ട് പോകണ്ട എന്ന് പറയുന്നതായി തോന്നി. വീണ്ടും 10 ദിവസം കഴിഞ്ഞ് ബാങ്കുമായി ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. എന്നെ മടക്കി അയച്ചു. ഞാൻ ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു.
മെയ് മാസം 6-ാം തീയതി ആവശ്യമായ രേഖകളെല്ലാം കൊണ്ട് ഞാൻ ബാങ്കിലെത്തി. മാനേജരെ കണ്ടു. 10 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു. ലോൺ പാസ്സാക്കി വ്യാഴാഴ്ച തരാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തു കാത്തിരുന്നു. വ്യാഴാഴ്ച ആവിലാപ്പള്ളിയിൽ പോകണം. ബാങ്കിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ്. വീണ്ടും 10 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ മാനേജർ വിളിച്ചു പറഞ്ഞു, ലോൺ ഇന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളാനെന്ന്. ഞാൻ ചോദിച്ച അതേ എമൗണ്ട് തന്നെ എനിക്ക് ലോൺ തന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അത്ഭുതങ്ങളും ങ്ങളും യേശുനാമത്തിൽ എൻ്റെ പേര് ജിനി ബിജു. ഞാൻ പാത്തമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. 2022 ആഗസ്റ്റ് മാസത്തിൽ എലിപ്പനി ബാധിച്ച് 2 വൃക്കകളും പ്രവർത്തനരഹിതമായി. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ഡോക്ടർമാർ 50% മാത്രം പ്രതീക്ഷ മാത്രം നൽകി. എനിക്ക് എന്നെ കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ അനിയത്തി ഇവിടെ വന്ന് പറയുകയും ഇവിടെ സാക്ഷ്യം പറയിപ്പിച്ചേക്കാമെന്ന് പറയുകയും പറഞ്ഞു. ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥന മൂലം ഞാനിവിടെ സൗഖ്യം പ്രാപിച്ച് ഞാൻ ജീവിക്കുന്ന സത്യമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. എലിപ്പനി ബാധിച്ചു, മഞ്ഞപ്പിത്തം വന്നു, ലിവറിൻ്റെ ഫങ്ഷനെ ബാധിച്ചു. ഇനി 50% മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്ന് ഡോക്ടർമാർ പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് 100% ഇവിടെ വന്ന് നിൽക്കുന്നത്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അവരൊക്കെ വിളിക്കാം. ഈശോയേ കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. എൻ്റെ പേര് അബില. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷവും കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ മമ്മി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അപ്പോൾ അച്ഛൻ പറഞ്ഞു 33 ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവധിക്ക് വന്ന് തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ മമ്മി ഇവിടെ വന്ന് 33 ആഴ്ചയോളം പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും കഴിഞ്ഞ ഏപ്രിൽ 19-ാം തീയതി 8 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുകയും ചെയ്തു. കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 4 ദിവസത്തോളം ICUവിലായിരുന്നു. എന്നാലും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഈ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച ആവിലയിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും മമ്മിക്കും ഒരുപാട് നന്ദി. ഈശോയ്ക്ക് 1000 നന്ദി. പേര് അബില, വീട് വട്ടിയാന്തോട്. അബില വട്ടിയാന്തോട്. നമുക്ക് കരമടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. കൊച്ചുമോളിലേക്കാണല്ലോ നോക്കുന്നത്. താഴേക്ക് നോക്ക്, താഴേക്ക് നോക്ക്. ഈശോയേ Praise the Lord. എൻ്റെ പേര് ഷീന. 1 വർഷമായി എൻ്റെ ജീവിതം അങ്ങയുടെ നാവിൽ ഇങ്ങനെ പൂപ്പൽ പോലെ കാണാനിടയായി. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ താമസത്തിൽ ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും മാപ്പ് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈശോയെ നല്ലൊരു ഡോക്ടറെ കാണുവാൻ ഈശോ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 10 മാസം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളി മരുന്നിന് പോകാനിടയായതും
പൂപ്പലിന് ക്യാൻസർ സംഭവം ഉണ്ടെന്നും ഡോക്ടറിനാൽ മനസ്സിലായി. ഇവിടെ വന്ന് അമ്മ വന്ന് പ്രാർത്ഥിച്ച അച്ഛൻ പറഞ്ഞു ക്യാൻസറാണ്, അവനെ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നും. വീട്ടിൽ ഇരുന്ന് ഉപവാസം എടുത്ത് 9 ദിവസത്തോളം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലവും അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലവുമായി ഈശോ എൻ്റെ ജീവിത പങ്കാളിയെ സുഖപ്പെടുത്തി. ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഈശോ കൊടുത്തത്. അതിന് ഞാൻ ഈശോയ്ക്കും ബന്ധിതനായ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അമ്മ ത്രേസ്യയ്ക്ക് നന്ദി പറയുന്നു. അച്ഛനോടും ഒരുപാട് നന്ദി. വായയിൽ പൂപ്പല് പടരുകയും അത് ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്തു. കർത്താവ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് വായയിലുണ്ടായിരുന്ന ക്യാൻസർ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി സഹോദരിയുടെ ജീവിത പങ്കാളിയെ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പ്രീത. സ്ഥലം മേരിവേശി. എനിക്ക് 2 വർഷമായി. യൂട്രസിലും മുഴയും അതിൻ്റെ ഫലമായി പീരിയഡ് സമയത്ത് സഹിക്കാനാവാതെ വയറുവേദനയും നിൽക്കാതെ തരത്തിലുള്ള ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും മാറി മാറി കാണിച്ചു. പ്രീതയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ വായിക്കാം. എരുവശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. എനിക്ക് 2 വർഷമായി യൂട്രസിൽ മുഴയും അതിൻ്റെ ഫലമായി പീരീഡ്സ് സമയത്ത് സഹിക്കാനാവാത്ത വയറുവേദനയും നിൽക്കാത്ത ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും മാറി മാറി കാണിച്ചു. ഡോക്ടർമാർ സ്കാനിങ്ങിനും ബയോപ്സി ടെസ്റ്റിനും ഓപ്പറേഷനും വേണ്ടി പറഞ്ഞു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. മുഴയുണ്ട് 13 mm ഉള്ള മുഴ ഉണ്ടായിരുന്നു. യൂട്രസ് എടുത്തു കളയുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. ആ സമയത്ത് ഇവിടെ വരികയും വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. റാപ്സനച്ഛനെ കണ്ട് കാര്യം പറഞ്ഞു. അച്ഛൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബയോപ്സി ചെയ്യാൻ യൂട്രസിൽ സ്കാനിങ്ങിൽ കണ്ട മുഴകൾ ഡോക്ടർമാർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ കൂടെ ക്യാൻസർ ടെസ്റ്റും നടത്തി. റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 13 mm ഉള്ള മുഴകളാണ് കണ്ടിരുന്നത്. വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ മുഴ തന്നെ അവിടെ ഇല്ല എന്ന് കാണാനിടവരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇതിൻ്റെയൊക്കെ ഈ റിപ്പോർട്ടുകളാണ്, മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഈ സഹോദരി കൊണ്ടുവന്നിട്ടുള്ളത്. യൂട്രസിലുണ്ടായിരുന്ന ആ മുഴയും ഒക്കെ കർത്താവ് അത്ഭുതകരമായി എടുത്തു മാറ്റിയതിനെ ഓർത്ത് ആദ്യത്തെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ മുഴയുണ്ട് എന്നതിൻ്റെ റിപ്പോർട്ടും പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം എടുത്ത ടെസ്റ്റുകളിൽ ഇപ്പോൾ മുഴയില്ല. ബയോപ്സി അടക്കമുള്ള ടെസ്റ്റുകളിൽ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന റിപ്പോർട്ടുകളുമൊക്കെയാണ് ഇവിടെ ഉള്ളത്. കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ മോൻ 10 മാസമായിരുന്നു. പേര് ലതിക. ഞാൻ ചെട്ടിയാമറ. പിന്നെ 10 മാസമായ എൻ്റെ മോൻ ദുബായി പോയിട്ട് എന്നും എല്ലാ 2 മാസം കൂടുമ്പോൾ അവർ 2 മാസത്തേന് വിസ അടിച്ചുകൊണ്ടിരുന്നു. ശമ്പളവും ഇല്ല. വിസ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, അച്ഛനും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൊച്ചിന് വിസ അടിച്ച്
ഈ കഴിഞ്ഞ ആഴ്ച കിട്ടി. പ്രിയപ്പെട്ടവരെ, സഹോദരിയുടെ മകൻ വിദേശത്ത് 10 മാസമായിട്ട് വിസിറ്റിംഗ് വിസയിൽ ഓരോ 2 മാസം കൂടുമ്പോഴും അത് പുതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് സഹോദരി ആവിലയിൽ ലതിക എന്ന് പറയുന്ന സഹോദരി വട്ടിയാന്തോട് നിന്ന് ചെട്ടിയാമ്പറമ്പ് നിന്ന് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം ആ മകന് ഒരു ജോബ് വിസ നൽകി കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മ പാടി എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട സാക്ഷ്യങ്ങളെല്ലാം കർത്താവിൽ ആനന്ദം കൊള്ളാൻ നമ്മെ